അങ്ങനെ ഗുരുവായൂർ തൊഴുതി ശേഷം ആന കോട്ടയിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഒരു 10-60 ആന ഇവിടെ ഉണ്ട് എന്നാണ് എന്തായാലും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം എത്ര ആനകളുണ്ട് നോക്കട്ടെ. അപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക് ആന കാണാൻ വന്നിരിക്കുകയാണ്. ഒരാന ഇവിടെ നിൽക്കുന്നുണ്ട്, വേറൊരു ആന വരുന്നുണ്ട്. ആന വാക്കിംഗ് ആണ്. ആനക്കോട്ടയിലാണ് ആന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനയെ വാക്കിംഗ്, ആനനെ ചട്ടം പഠിപ്പിക്കുക പറയില്ലേ, ഇതാണ്. ഇതിലാണ് ആനനെ ചട്ടം പഠിപ്പിക്കുന്നത് എല്ലാം. അതിൻ്റെ സാധാരണ നമ്മൾ കാടുകളിലൊക്കെ വന്നിട്ട് കവുങ്ങൊക്കെ വെച്ചിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കറക്റ്റ് മരത്തിൽ അഴികളിട്ടിട്ടുള്ളതാണ് കാണാൻ കഴിയുന്നത്. അടുത്തൊരു ആന വരുന്നുണ്ട്. അടുത്തൊരു ആന വാഴപ്പിണ്ടിയൊക്കെ ആയിട്ടൊരു ആന വരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അത് ആനക്കോട്ട പറഞ്ഞാലും ആന ഭയങ്കര ഒരു കൺട്രോളായിട്ടൊക്കെയാണ് സംഭവം. അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്, അതാ ഒരു ആന നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. ആനയ്ക്ക് വാഴപ്പിണ്ടിയൊക്കെയാണ് കഴിക്കാൻ കൊടുത്തിരിക്കുന്നത്. അയ്യോ എന്താ സൗണ്ട്, കിട്ടുകാച്ചി സൗണ്ട് അല്ലേ? എന്താ സൗണ്ട് പറയാം ആനൻ്റെ. ശരിക്കും പറയണെങ്കിൽ അതൊക്കെ ഇതിന് ചികിത്സയാണ് അല്ലേ ഈ കർക്കിടക മാസത്തില്? ഓ, ഉഴിച്ചലും പോലെ. ഇതിപ്പോ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകൾ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ ഒരു ആനയൊക്കെ ഉണ്ട്. ആനപ്പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആന കണ്ട ദിവ്യ? ആന കണ്ടു. ഏതുണ്ട്? ആന വരുന്നുണ്ട് ബാക്കില്. അപ്പുറത്ത് ചാറണ്ട, അവിടെ ആനയാണ്. ആളിത്തിരി ദോഷക്കാരനാണ്. അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. അതെ എങ്ങനെയുണ്ട് ആന? എത്ര ആനയുണ്ട്? എണ്ണിയാ? അവിടെ ഒരു ആന, അത് കഴിഞ്ഞതാ ഇവിടെ ഒരു ആന. ആന നടത്തിക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ റൗണ്ടായി നമ്മൾ വന്നതിന് ശേഷം. ഒരുപാട് ആളുകൾ ഈ ഗുരുവായൂർ ആന കാണുവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആന, ഇതൊരു ആന നോക്ക് കെട്ടിയിട്ടില്ലേട്ടാ. ഉണ്ട് അല്ലേ? കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. അവിടെ ഒരു 2 ആന. ഈ കർക്കിടക മാസത്തിൽ
ഇതിൽ ആനകൾക്ക് ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാം ഇത് കെട്ടിയിരിക്കുന്നത്. ഒരുപാട് ആനപ്പാപ്പന്മാരും അതിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. അത് ജയിപ്പിച്ച് വരുന്നുണ്ട്. ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള തീറ്റകൾ, മണൽ ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നോക്ക്, ആന നോക്കി നോക്ക്. ആനെ കണ്ട? അവിടെ ഉണ്ട്. ഒന്നിന് ശേഷില്ല. അവിടെയൊക്കെ മടപ്പാടുകളുള്ള ആനകളാണ് അവിടെ കെട്ടിയിരിക്കുന്നത്. അവിടെ ഒരുപാട് ആനകളുണ്ട്. അവിടെ ആനകളുണ്ട്. എല്ലാം മടപ്പാടുള്ള ആനകളാണ്. ഒരു ആന കുളിപ്പിക്കുകയാണ്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കാണുന്നമാതിരി തന്നെ ആന കറക്റ്റ് ചകിരിയൊക്കെ ഇട്ട് വരച്ച് വൃത്തിയായി കുളിപ്പിക്കുന്നു. എന്തായാലും ഇതൊരു കുട്ടിയാനയാണ്, കൊമ്പുകളൊന്നുമില്ല, പിടിയാനയാണ്, പിടിയാന. പിന്നെ അവിടെ 2 ആനകളുണ്ട്. ഈ ദൂരത്ത് കെട്ടിയതൊക്കെ ഈ എന്താ പറയുക, ദൂരത്ത് കെട്ടിയതിനൊക്കെ ഉള്ളിൽ കയറ്റി കെട്ടിയതിനൊക്കെ ഈ മരപ്പാടുകളുള്ള ആനകളാണ്. ഇത് ഓരോ സമയത്തും ആനകളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം കേട്ടോ. ശരിക്കും നമുക്ക് കണ്ടിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പാപ്പാന്മാരുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അടുത്ത് കൊണ്ടുപോയി ഒരുപാട് ആനകൾ നമ്മളിപ്പോൾ ഈ സമയത്തിനുള്ളിൽ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക, ആനപ്രേമികൾക്കൊക്കെ ഭയങ്കര ഒരു ഹരമായിരിക്കും. എന്തായാലും ഈ ആനകൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ആനയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുളം. എന്തായാലും നമ്മളിവിടെ ഈ പാലക്കാട് ഇരുന്നിട്ട് ഇത്രയും ചെറിയൊരു മറ്റേ അടുത്തായിട്ട് പോലും നമ്മളെന്താ പറയുക, ഈ ആനക്കോട്ടയിൽ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ആനക്കോട്ടയിലേക്ക്, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആനക്കോട്ടയിലേക്ക് വരുന്നത്. എന്തായാലും വലിയ നമുക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു. എന്തായാലും ഇത്രയും ആനകളെ ഒരുമിച്ച് കാണുക, അതും മതപ്പാടുള്ള ആളുകൾ ആനകളെ എല്ലാം കാണുക എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. പിന്നെ അവിടെയൊക്കെ കുറേ വീഡിയോസിനൊക്കെ കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം നമ്മൾ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗുരുവായൂർ വരുന്ന ആളുകൾ നമ്മുടെ ഈ ആനക്കോട്ട വന്ന് സന്ദർശിക്കുന്നത് ആനപ്രേമികൾക്കൊക്കെ ഒരു ഹരമായിരിക്കും. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.